നമസ്കാരം. ഗ്രാമോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. ബാങ്കിന്റെ ജപ്തി നടപടികളുടെ ഭാഗമായി പൂട്ടിയിട്ട വീട്ടിൽ മോഷണം നടത്തിയ ഇതര സംസ്ഥാനക്കാരൻ പിടിയിൽ. 21 വയസ്സുള്ള കൊൽക്കത്ത സ്വദേശി സൽമാൻ അലാവുദ്ദീനാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാവിലെ ആക്രി കച്ചവടക്കാരനായ ഇയാൾ അന്തിക്കാട് പടിയത്തുള്ള വീട് കുത്തിത്തുറന്ന് ഉരുളി, ഗ്യാസ് കുറ്റി, പാത്രങ്ങൾ എന്നിവ എടുത്ത് ചാക്കിലാക്കി പോകുന്നതിനിടയിൽ നാട്ടുകാർ പിടികൂടുകയായിരുന്നു. തുടർന്ന് അന്തിക്കാട് പോലീസ് എത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാഞ്ഞാണി യൂണിറ്റ് സമ്മേളനം സമാപിച്ചു. വടനപ്പള്ളി മേഖലാ പ്രസിഡന്റ് ബിജു സി ശങ്കുണ്ണി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സജി ശങ്കർ അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി MP ഡെന്നി, ജില്ലാ ട്രഷറർ EB ജിതേഷ്, AV ജീസൺ, മേഖലാ ട്രഷറർ KA ഷനൂബ്, AV ഫ്ലെഡൻഡോ, KS നരേന്ദ്രൻ, ബിനോജ് പണ്ടാരൻ, അനിൽകുമാർ, KS സനീഷ്, ശാന്തകുമാർ, ധനലക്ഷ്മി ശാന്തകുമാർ എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി CS സുരേഷ്, യൂണിറ്റ് സെക്രട്ടറി ജോസഫ് തോലത്ത് എന്നിവർ റിപ്പോർട്ട് അവതരണം നടത്തി. തുടർന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച യൂണിറ്റിലെ അംഗങ്ങളായ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. പോഷന്മ മണലൂർ പഞ്ചായത്ത് തല പരിപാടി കാഞ്ഞാണി സിംല മാളിൽ വെച്ച് നടത്തി. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി മരിയ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, വാർഡ് മെമ്പർമാരായ രാകേഷ് കണിയാമ്പറമ്പിൽ, ജിഷ സുരേന്ദ്രൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രിയേഷ് എന്നിവർ സംസാരിച്ചു. പോസ്റ്റർ പ്രദർശനം, പോഷകാഹാര പ്രദർശന മത്സരം, ക്വിസ് പ്രോഗ്രാം, സമ്മാനദാനം എന്നിവയുണ്ടായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിലെ നന്മ കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ കരനെൽ കൃഷിയുടെ 2ാം ഘട്ട വിളവെടുപ്പ് നടത്തി. വാർഡിലെ മികച്ച കർഷകയായ ഷീജ കൊടപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് കരനെൽ കൃഷി നടത്തിയത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ NV ശുഭ, കൃഷിക്കൂട്ടം അംഗങ്ങളായ ഷീജ കൊടപ്പള്ളി, താര, വാസന്തി, ലത, സുലേഖ എന്നിവർ പങ്കെടുത്തു. 8ാം വാർഡിലെ കളത്തിൽ പ്രതാപന്റെ 60 സെന്റ് സ്ഥലത്താണ് കൃഷി നടത്തിയത്. നാട്ടിക പഞ്ചായത്ത് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച ജ്യോതി നെൽവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ഇറക്കിയത്. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചികിത്സാ ധനസഹായം നൽകി. ചെമ്മാപ്പുള്ളി വടക്കുംതുള്ളി ഷാരോണിന്റെ മകൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനൽ എന്ന 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ട കുട്ടിക്കാണ് ചികിത്സാ സഹായം നൽകിയത്. NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷിന്റെ നേതൃത്വത്തിൽ ഒറ്റ ദിവസം കൊണ്ടാണ് ധനസമാഹരണം നടത്തിയത്. സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ജയാബിനി GSB തുക കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും കൈമാറി. ചടങ്ങിൽ അധ്യാപകരായ EB ഷൈജ, KR രഘുരാമൻ, പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. കീഴ്പള്ളിക്കര ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇക്കോ ക്ലബിന്റെയും സ്കൂൾ വികസന സമിതിയുടെയും നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷി വിളവെടുപ്പ് നടത്തി. PTA സഹകരണത്തോടെ ഇക്കോ ക്ലബിലെ വിദ്യാർത്ഥികളും വിളവെടുപ്പിന് നേതൃത്വം നൽകി. ഹെഡ് മിസ്ട്രസ് PA സീനത്ത്, ഇക്കോ ക്ലബ്ബ് കോർഡിനേറ്റർ രാജി ജിഷോർ, അധ്യാപകരായ നൂർജഹാൻ, നമിത, വികസന സമിതി ആക്ടിംഗ് ചെയർമാൻ KC ബൈജു എന്നിവർ നേതൃത്വം നൽകി. പയർ, കൊത്തമര, വെണ്ട, കൈപ്പയ്ക്കായ, ചീര എന്നിവയാണ് കൃഷി ചെയ്തു വരുന്നത്. കുമ്പളം, വള്ളിപ്പയർ എന്നിങ്ങനെ 100ഓളം തൈകൾ പുതുതായി ഇക്കോ ക്ലബ്ബ് അംഗങ്ങൾ നട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.